ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ജാവാസ്ക്രിപ്റ്റ് ES6-ൽ ആഡ് ചെയ്തിട്ടുള്ള 2 കീവേഡാണ്. ലെറ്റ് അതുപോലെ കോൺസ്റ്റ് എന്ന് പറയുന്ന 2 കീവേഡ്. സോ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ്. സോ ഇതിന് മുമ്പ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് വാർ എന്ന് പറയുന്ന കീവേഡ് മാത്രമായിരുന്നു ES6-ന് മുമ്പ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. സോ നമുക്ക് ഇപ്പോൾ ഇത് 3 ഉപയോഗിക്കാൻ സാധിക്കും. സോ ലെറ്റും കോൺസ്റ്റൻറ്റും നമുക്ക് ES6-ൽ പുതിയതായി ആഡ് ചെയ്തിട്ടുള്ളതാണ്. സോ ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് ആദ്യത്തെ വ്യത്യാസം നോക്കാം. ഇത് വാർ ഗ്ലോബലി അല്ലെങ്കിൽ ഫംഗ്ഷൻ സ്കോപ്ഡ് ആണ്. അതുപോലെ ലെറ്റും കോൺസ്റ്റൻറ്റും ഗ്ലോബലി അതുപോലെ ബ്ലോക്ക് സ്കോപ്ഡ് ആണ്. സോ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് നമ്മൾ 1 by 1 പഠിക്കുന്നതാണ്. സോ നമുക്ക് ആദ്യം ഈ ഗ്ലോബൽ അതുപോലെ ബ്ലോക്ക് സ്കോപ്ഡ് എന്നാൽ എന്താണെന്ന് നോക്കാം. നമ്മൾ ചെയ്യുന്നത് നമ്മളൊരു ഫോൾഡറിൽ വന്നതിന് ശേഷം നമ്മൾ VS കോഡ് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മൾ എക്സ്പ്ലോററിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ന്യൂ എന്ന് പറയുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക, ന്യൂ ഫയൽ എന്ന് പറയുന്ന ഐക്കണിൽ. അതിനുശേഷം നമുക്കൊരു ജാവാസ്ക്രിപ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യാം, index.js. സോ ഇനി നമ്മളിത് റൺ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ Node.js ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകം ബ്രൗസർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് റൺ ചെയ്യുന്നതിന് വേണ്ടി ബ്രൗസർ നമ്മൾ ഉപയോഗിക്കണം, ഗൂഗിൾ ക്രോമോ എഡ്ജോ നമ്മൾ ഉപയോഗിക്കണം. സോ നമുക്ക് ഓൾറെഡി നമ്മൾ Node.js ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ടെർമിനലിൽ തന്നെ നമുക്ക് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. സോ console.log നമ്മൾ hello.js എന്ന് കൊടുക്കുന്നു, hello.js സേവ് ചെയ്യാം. ശേഷം നമ്മൾ ടെർമിനലിൽ ക്ലിക്ക് ചെയ്യുന്നു, ന്യൂ ടെർമിനലിൽ ക്ലിക്ക് ചെയ്യുന്നു. സോ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് റൈറ്റിലോട്ട് മാറ്റാം. നമുക്ക് ഈ സൈഡിൽ ഇത് കാണാൻ സാധിക്കും. ശേഷം നമ്മൾ റൺ ചെയ്യേണ്ടത് നമ്മൾ നോഡ് അതുപോലെ നമ്മുടെ ഫയൽ നെയിം ഇൻഡെക്സ് എന്ന് കൊടുക്കുക, എൻ്റർ ചെയ്യുക. നമുക്കിവിടെ hello.js എന്ന് ലഭിക്കും. സോ നമ്മുടെ പ്രോഗ്രാം സക്സസ്ഫുള്ളി വർക്ക് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഇനി നമ്മൾ ആദ്യം പഠിക്കുന്നത് നമ്മളിവിടെ പഠിച്ച ഈ വാറും ലെറ്റും തമ്മിലുള്ള ആദ്യത്തെ വ്യത്യാസം ഗ്ലോബലി സ്കോപ്ഡ് അതുപോലെ ഗ്ലോബലി ഫംഗ്ഷൻ ബ്ലോക്ക് സ്കോപ്ഡ് ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മളിവിടെ വന്നതിന് ശേഷം ആദ്യം വാർ നമ്മൾ 3 വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. ഓക്കെ, സോ നമ്മൾ C1 C1 ഈക്വൽ ടു നമ്മൾ HTML എന്ന് കൊടുക്കാം, HTML. അതുപോലെ ലെറ്റ് C2 ഈക്വൽ ടു നമുക്ക് CSS എന്ന് കൊടുക്കാം. അതുപോലെ കോൺസ്റ്റ് C3 ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ് എന്ന് കൊടുക്കാം, ജാവാസ്ക്രിപ്റ്റ്. ഇപ്പോൾ നമ്മൾ 3 വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. 3ഉം നമ്മൾ വ്യത്യസ്ത വാറും ലെറ്റും കോൺസ്റ്റൻറ്റും ഉപയോഗിച്ചാണ് നമ്മൾ ഡിക്ലെയർ ചെയ്തത്. സോ ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു, സിമ്പിൾ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് പഠിച്ച സമയത്ത് പഠിച്ചതാണ്. ഓക്കെ, ഇതുപോലെ അതിനുള്ളിൽ വന്നതിന് ശേഷം നമ്മൾ ഇവ 3ഉം പ്രിൻറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, സോ നമ്മളിവിടെ console.log നമ്മൾ ആദ്യം C1 കൊടുക്കാം, C1. അതിനുശേഷം നമുക്ക് താഴോട്ട് 2 തവണ കോപ്പി ചെയ്യാം. അതുപോലെ അതിനുശേഷം C2 അതുപോലെ C3 സേവ് ചെയ്യാം. നമുക്ക് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യാം. നമുക്ക് ഫംഗ്ഷൻ കോൾ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ താഴെ വന്നതിന് ശേഷം നമുക്ക് ഫംഗ്ഷൻ കോൾ ചെയ്യാം. അതിനുശേഷം സേവ് ചെയ്ത് നമുക്ക് റൺ ചെയ്യാം. സോ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് HTML, CSS, ജാവാസ്ക്രിപ്റ്റ് എന്ന് ലഭിക്കും. ഇതേ സംഭവം നമ്മൾ ഇവിടുന്ന് കോപ്പി ചെയ്ത് മെസ്സേജിന് താഴെ ഫംഗ്ഷൻ കോൾ ചെയ്തതിന് താഴെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് റൺ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് സെയിം റിസൾട്ട് തന്നെയായിരിക്കും നമുക്ക് ലഭിക്കുക. ഓക്കെ, സെയിം റിസൾട്ട് തന്നെയായിരിക്കും ലഭിക്കുക. സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ ആദ്യത്തെ HTML, CSS, ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഈ ഫംഗ്ഷനുള്ളിൽ നമ്മൾ കൊടുത്ത വാല്യൂ ആണ്. ഓക്കെ, അതിനുശേഷമുള്ളത് ഫംഗ്ഷന് താഴെ നമ്മൾ പ്രിൻറ്റ് ചെയ്ത ആ ഒരു വാല്യൂ ആണ്. സോ ഇതിനെയാണ് നമ്മൾ ഗ്ലോബൽ സ്കോപ്പ് എന്ന് പറയുന്നത്. സോ നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഭാഗത്ത് നമ്മുടെ ഫംഗ്ഷന് പുറത്തോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ബ്ലോക്കിന് പുറത്തോ കൊടുക്കുകയാണെങ്കിൽ നമുക്കത് നമ്മുടെ പ്രോഗ്രാമിൽ ഉടനീളം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിനുള്ളിൽ നമ്മൾ എഴുതുന്ന ഫംഗ്ഷനുള്ളിലും അതുപോലെ if സ്റ്റേറ്റ്മെൻറ്റിനുള്ളിലും എല്ലായിടത്തും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിനെയാണ് നമ്മൾ ഗ്ലോബൽ സ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്ലോബൽ സ്കോപ്പ്. സോ ഇങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നതിനെ നമ്മൾ ഗ്ലോബൽ സ്കോപ്പ് അല്ലെങ്കിൽ ഗ്ലോബൽ വേരിയബിൾ എന്ന് പറയുന്നത്. ഇത് നമുക്ക് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. കാരണം നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് നമ്മുടെ പ്രോജക്റ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അല്ലെങ്കിൽ നമ്മുടെ ഓരോ ബ്ലോക്കിന് പുറത്താണ് അല്ലെങ്കിൽ ഫംഗ്ഷന് പുറത്താണ്. സോ ബ്ലോക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ഒരു കർലി ബ്രാക്കറ്റ് ഉള്ളിൽ കാണുന്ന അത്രയും കാര്യങ്ങളാണ് നമ്മൾ ബ്ലോക്ക് എന്ന് പറയുന്നത്. അത് ഫംഗ്ഷൻ ആയിരിക്കാം, if സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കാം, അതുപോലെ സ്വിച്ച് കേസ് സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും, എന്തുമായിരിക്കും. ഇനി നമ്മൾ ഫംഗ്ഷൻ സ്കോപ്പ് എന്നാൽ എന്താണെന്ന് നോക്കാം. സോ നമ്മൾ തൽക്കാലം ഇത്രയും ഭാഗം നമുക്ക് ഡിലീറ്റ് ചെയ്യാം. സോ നമ്മൾ ഫംഗ്ഷനുള്ളിൽ വരുന്നു. ഓക്കെ, ഇതിനുള്ളിൽ നമ്മൾ മറ്റൊരു if സ്റ്റേറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, if true. സോ if true എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് റൺ ആവുന്നതായിരിക്കും. സോ അതിനുള്ളിൽ നമ്മൾ കൊടുക്കുന്നത് ഇത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്ത ശേഷം നമ്മൾ ഈ if സ്റ്റേറ്റ്മെൻറ്റിനുള്ളിൽ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, if സ്റ്റേറ്റ്മെൻറ്റിനുള്ളിൽ പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം താഴെ വന്നതിന് ശേഷം ഈ ഒരു സംഭവം ഫംഗ്ഷനുള്ളിലാണ് നമ്മളിത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു സംഭവം if സ്റ്റേറ്റ്മെൻറ്റിനുള്ളിൽ നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ,
സോ നമ്മളിപ്പോൾ ചെയ്തത് നമ്മളൊരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തു, അതിനുള്ളിൽ നമ്മളൊരു ബ്ലോക്ക്, അതായത് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഡിക്ലെയർ ചെയ്തു. സോ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഇത്രയും ഭാഗം നമ്മൾ ബ്ലോക്ക് എന്ന് പറയുന്നു. ഓക്കെ, സോ ഇതിനുള്ളിൽ നമ്മൾ 3 വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, വാർ, ലെറ്റ്, കോൺസ്റ്റൻറ്റ് ഉപയോഗിച്ചു. അതിനുശേഷം അത് 3 പ്രിൻറ്റ് ചെയ്തു. അതിനുശേഷം ആ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബ്ലോക്കിന് പുറത്ത് വന്നതിന് ശേഷം വീണ്ടും നമ്മളത് പ്രിൻറ്റ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യാം. ക്ലിയർ. സോ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നമുക്ക് നമ്മുടെ ഇഫ് ട്രൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതെന്തായാലും ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും, അതുകൊണ്ട് അത് റൺ ആവുന്നതായിരിക്കും. സോ അതിൽ റൺ ചെയ്ത കാര്യമാണ് നമുക്ക് ഇവിടെ ലഭിച്ചത്. ഓക്കെ, HTML, CSS, JavaScript. ഓക്കെ, ഇത്രയും കാര്യം നമ്മൾ ലഭിച്ചത് ഈ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിനുള്ളിലെ കാര്യമാണ്. സോ ഇതിനെയാണ് നമ്മൾ ബ്ലോക്ക് സ്കോപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതിനുള്ളിൽ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളിൽ മാത്രമേ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. പിന്നെ നമ്മൾ പുറത്ത് റൺ ചെയ്തപ്പോൾ നമുക്ക് HTML മാത്രമാണ് ലഭിച്ചത്. സോ വാർ എന്ന് പറയുന്ന കീവേഡിൽ ഉപയോഗിച്ച HTML മാത്രമാണ് ലഭിച്ചത്. അതിന് കാരണം വാർ എന്ന് പറയുന്നത് ഫംഗ്ഷൻ സ്കോപ്പ്ഡ് ആണ്. ഒരു ഫംഗ്ഷനുള്ളിൽ നമ്മൾ വാർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫംഗ്ഷനുള്ളിൽ എവിടെ വേണമെങ്കിലും നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും. സോ ഇതിനെയാണ് ഫംഗ്ഷൻ സ്കോപ്പ്ഡ് എന്ന് പറയുന്നത്. സോ നമ്മളിവിടെ വാറിൻ്റെ ഇവിടെ വന്നതിന് ശേഷം കമൻറ്റ് ചെയ്താൽ ഫംഗ്ഷൻ സ്കോപ്പ്ഡ്. ഇത് രണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്ലോക്ക് സ്കോപ്പ്ഡ് ആണ്. ഓക്കെ, ബ്ലോക്ക് സ്കോപ്പ്ഡ് ആണ്. ലെറ്റും കോൺസ്റ്റൻറ്റും ബ്ലോക്ക് സ്കോപ്പ്ഡ് ആണ്. നമ്മൾ എവിടെയാണോ ഡിക്ലെയർ ചെയ്തത് ആ ബ്ലോക്കിനുള്ളിൽ, ആ ഒരു നമ്മുടെ കർലി ബ്രാക്കറ്റിനുള്ളിൽ എവിടെയാണോ ഡിക്ലെയർ ചെയ്തത് അതിനുള്ളിൽ മാത്രമേ, ആ ബ്ലോക്കിനുള്ളിൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കൂ. അതാണ് നമുക്ക് ഇതുപോലെയുള്ള റിസൾട്ട് ഇവിടെ ലഭിച്ചു. നമുക്ക് പുറത്ത് പ്രിൻറ്റ് ചെയ്തതിൽ നമുക്ക് HTML മാത്രം ലഭിക്കാൻ കാരണം വാർ ഫംഗ്ഷൻ സ്കോപ്പ്ഡ് ആയതുകൊണ്ടാണ്. ഓക്കെ, സോ ഇനി നമ്മൾ ഇത് 3 എടുത്ത് ഫംഗ്ഷന് പുറത്ത് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് നമുക്ക് റൺ ചെയ്ത് നോക്കാം. സേവ് ചെയ്യാം. സേവ് ചെയ്ത ശേഷം നമുക്ക് ക്ലിയർ ചെയ്ത് റൺ ചെയ്യാം. സോ ഇവിടെ നമുക്ക് ഈ ഒരു ആദ്യത്തെ ഈ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിനുള്ളിലുള്ള 3 കാര്യം HTML, CSS, JavaScript. അതിനുശേഷം നമുക്ക് HTML മാത്രം, വാർ കീവേഡിനുള്ളിൽ കൊടുത്ത നമ്മൾ HTML മാത്രം ഫംഗ്ഷന് പുറത്ത് നമുക്ക് ഇതുപോലെ പ്രിൻ്റായി. അതിനുശേഷം കൊടുത്തത് നമുക്ക് പ്രിൻ്റ് ആയിട്ടില്ല, കാരണം അത് ബാക്കിയുള്ളതെല്ലാം എററാണ് വന്നത്. അതിന് കാരണം നമ്മൾ ഈ ഒരു ഫംഗ്ഷനുള്ളിൽ അതുപോലെ ഈ ബ്ലോക്കിനുള്ളിൽ ഡിക്ലെയർ ചെയ്ത വേരിയബിൾ നമുക്ക് ആ ബ്ലോക്കിന് പുറത്തോ അല്ലെങ്കിൽ ഫംഗ്ഷന് പുറത്തോ ഉപയോഗിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ 3നും ഇതുപോലെ എറർ വന്നത്, നമുക്ക് ആ സംഭവം പ്രിൻ്റ് ആവാതിരുന്നത്. സോ വാർ എന്ന് പറയുന്നത് ഗ്ലോബലി അതുപോലെ ഫംഗ്ഷൻ സ്കോപ്പ്ഡ് ആണ്. ലെറ്റും കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് ഗ്ലോബലി നമുക്ക് ഡിക്ലെയർ ചെയ്യാം, അതുപോലെ ബ്ലോക്ക് സ്കോപ്പ്ഡ് ആണ്. ഓക്കെ, ഏത് ബ്ലോക്കിനുള്ളിലാണോ നമ്മൾ ഡിക്ലെയർ ചെയ്തത് ആ ബ്ലോക്കിനുള്ളിൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. സോ ഇവിടെ കൊടുത്ത പോലെ നമ്മൾ ഇഫ് ബ്ലോക്കിനുള്ളിലാണ് കൊടുത്തത്, നമുക്ക് ഇഫ് ബ്ലോക്കിനുള്ളിൽ മാത്രമേ അത് യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ നമ്മളിത് ഈ ഫംഗ്ഷനുള്ളിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ കൊടുത്ത പോലെ എല്ലായിടത്തും ഫംഗ്ഷനുള്ളിൽ എല്ലായിടത്തും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഉദാഹരണമായി ഞാനിത് ഇവിടുന്ന് എടുത്ത ശേഷം Ctrl+X താഴെ പേസ്റ്റ് ചെയ്ത് സേവ് ചെയ്യാം. ഇനി റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് HTML, CSS, JavaScript, അതുപോലെ HTML, CSS, JavaScript ഇഫിനുള്ളിലെ ഡീറ്റെയിൽസും അതുപോലെ അതിന് പുറത്ത് കൊടുത്തും കാണാൻ സാധിക്കും. പക്ഷേ അതിന് താഴെ കൊടുത്ത 3 നമുക്ക് എറർ വരുന്നതായിരിക്കും. സോ നമുക്ക് അറിയാം നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കില്ല, ആ ഫംഗ്ഷന് പുറത്ത് ഉപയോഗിക്കാൻ സാധിക്കില്ല. സോ ഇങ്ങനെ നമുക്ക് കൊടുക്കാം. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ലെറ്റും കോൺസ്റ്റൻറ്റും ഈഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്ലോബൽ സ്കോപ്പാണ്. സോ വാർ നമുക്കറിയാം, വാർ ഫംഗ്ഷനുള്ളിൽ എവിടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ആ ഫംഗ്ഷനുള്ളിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഇതാണ് വാറും ലെറ്റും കോൺസ്റ്റൻറ്റും തമ്മിലുള്ള ആദ്യത്തെ വ്യത്യാസം എന്ന് പറയുന്നത്. സോ രണ്ടാമതായി നോക്കുന്നത് നമുക്കത് ക്യാൻ അപ്ഡേറ്റ്, കനോട്ട് അപ്ഡേറ്റ്. ഓക്കെ, വാർ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. ലെറ്റ് ആണെങ്കിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കില്ല. സോ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കാം. സോ നമുക്ക് ഇത്രയും ഭാഗം നമുക്ക് കമൻറ്റ് ചെയ്യാം. സോ നമ്മളിവിടെ ഒരു വാർ എന്ന് പറയുന്ന കീവേഡ് വീണ്ടും നമ്മൾ C1, ഓക്കെ, നമ്മൾ HTML എന്ന് കൊടുത്തു. ഓക്കെ, HTML. അതിനുശേഷം നമുക്കത് console.log, ഓക്കെ, console.log C1 കൊടുക്കാം. ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ ക്ലിയർ ചെയ്ത് റൺ ചെയ്യാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് HTML ലഭിക്കുന്നതായിരിക്കും. ഇനി ഇതിന് ശേഷം താഴെ വന്നതിന് ശേഷം ഞാനിവിടെ C1 = ഞാൻ പൈത്തോൺ കൊടുക്കാം. പൈത്തോൺ. ഓക്കെ, സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം റൺ ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം നമുക്ക് കൺസോൾ ഇവിടെ നിന്ന് എടുത്ത് നമുക്ക് താഴെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, താഴെ പേസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് റൺ ചെയ്യാം. സേവ് ആയിട്ടില്ലെന്ന് തോന്നുന്നു. സോ ഒരിക്കൽ കൂടി സേവ് ചെയ്തതിന് ശേഷം റൺ ചെയ്യാം. നമുക്ക് ആദ്യം HTML പിന്നെ നമുക്ക് പൈത്തോണും ലഭിച്ചു. സോ ആദ്യം C1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് HTML ആയിരുന്നു, പിന്നെ നമ്മളത് ചേഞ്ച് ചെയ്ത് പൈത്തോൺ ആക്കി. സോ ഇതുപോലെ നമുക്ക് വാർ ഉപയോഗിച്ച് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിലെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. ലെറ്റ് ഉപയോഗിച്ചിട്ടാണെങ്കിലും നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിന് പകരം നമ്മളിവിടെ ലെറ്റ് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് സെയിം റിസൾട്ട് ആയിരിക്കും ലഭിക്കുക. ലെറ്റ്. ഓക്കെ, സോ നമുക്ക് സെയിം റിസൾട്ട് ലഭിക്കും. ലെറ്റും വാറും ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വാല്യൂ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ നമ്മൾ കോൺസ്റ്റൻറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ const സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റൺ ചെയ്യാം. നമുക്ക് ഇവിടെ ഒരു
എറർ വരുന്നതായിരിക്കും. കാരണം കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റിൽ നമ്മൾ അസൈൻ ചെയ്തിട്ടുള്ള വാല്യൂ, കോൺസ്റ്റൻറ്റ് വേരിയബിൾ നമ്മൾ അസൈൻ ചെയ്തിട്ടുള്ള വാല്യൂ നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. സോ അത് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കോൺസ്റ്റൻ്റ് ആണ്, നമുക്ക് ആ വാല്യൂ ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. ഒരിക്കൽ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് വാല്യൂ ഒരിക്കൽ ഇനീഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, അഥവാ വാല്യൂ നമ്മൾ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കില്ല. സോ അത്തരം സന്ദർഭങ്ങളിൽ മാത്രമാണ് നമ്മൾ ഇതുപോലെ കോൺസ്റ്റ് എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിക്കുന്നത്. അടുത്ത ഫംഗ്ഷൻ, അടുത്ത വ്യത്യാസം എന്ന് പറയുന്നത് ക്യാൻ റീഡിക്ലെയർ, കനോട്ട് റീഡിക്ലെയർഡ്. ഓക്കെ, സോ അതെന്താണെന്ന് നമുക്ക് നോക്കാം. സോ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം സെയിം നമ്മൾ വാർ, ഓക്കെ വാർ ഇതുപോലെ നമ്മൾ കൊടുക്കുന്നു. അതുപോലെ ഇവിടെ നമ്മൾ C1 എന്ന് പറയുന്ന വാല്യൂ മാത്രമാണ് അപ്ഡേറ്റ് ചെയ്തത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും നമ്മൾ വാർ C1 പൈത്തൺ എന്ന് കൊടുക്കുന്നു. സോ ഇതിനെ നമ്മൾ റീഡിക്ലെയർ എന്നാണ് പറയുന്നത്. സോ നമ്മളിവിടെ കംപ്ലീറ്റ്ലി ഇത് റീഡിക്ലെയർ ചെയ്യുകയാണ്. ഓക്കെ, സോ നമ്മൾ ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് HTML പൈത്തൺ എന്ന് പറയുന്ന സംഭവം ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു ലൈനാണ് റീഡിക്ലെയർ എന്ന് പറയുന്നത്. എന്നാൽ നമ്മളിവിടെ ലെറ്റ് കൊടുക്കുന്നു, അതുപോലെ താഴെ വന്ന് നമുക്ക് ഇവിടെയും ലെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എറർ വരുന്നതായിരിക്കും. സോ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കനോട്ട് റീഡിക്ലെയർ ബ്ലോക്ക് സ്കോപ്ഡ് വേരിയബിൾ എന്ന് കാണാൻ സാധിക്കും. സോ ലെറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് റീഡിക്ലെയർ ചെയ്യാൻ സാധിക്കില്ല, വാല്യൂ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണമായി നമ്മളിവിടുന്ന് ലെറ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എറർ പോകുന്നതായിരിക്കും. അതുപോലെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും, പക്ഷേ കംപ്ലീറ്റ്ലി പുതിയതായി നമുക്ക് റീഡിക്ലെയർ ചെയ്യാൻ സാധിക്കില്ല. കോൺസ്റ്റൻറ്റിനും അതേ സംഭവമാണ്. കോൺസ്റ്റൻറ്റ് നമുക്ക് റീഡിക്ലെയർ ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, കോൺസ്റ്റൻറ്റ് നമ്മൾ ഒരിക്കൽ കൊടുക്കുന്ന സമയത്ത് തന്നെ അതിന് വാല്യൂ അസൈൻ ചെയ്യണം. അതുപോലെ അതൊരിക്കൽ നമ്മൾ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. സോ അടുത്ത ഡിഫറൻസ് എന്ന് പറയുന്നത് ക്യാൻ ബി ഡിക്ലെയർ വിത്തൗട്ട് ഇനീഷ്യലൈസ്ഡ്. ഓക്കെ, ഇത് നമുക്ക് ക്യാൻ ബി ഡിക്ലെയർഡ് വിത്തൗട്ട് ഇനീഷ്യലൈസ്ഡ്, മസ്റ്റ് ബി ഇനീഷ്യലൈസ്ഡ് ഡ്യൂറിങ് ഡിക്ലറേഷൻ. സോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ വാറും ലെറ്റും ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ അത് ഇനീഷ്യലൈസ് ചെയ്യണമെന്നില്ല, അതായത് നമുക്ക് അതിലോട്ട് വാല്യൂ അസൈൻ ചെയ്യണമെന്നില്ല. എന്നാൽ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ അതിലോട്ട് നമ്മൾ വാല്യൂ അസൈൻ ചെയ്തിരിക്കണം. ഓക്കെ, സോ നമുക്ക് നോക്കാം. സോ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം സെയിം നമ്മൾ ഇത്രയും ഭാഗം ഡിലീറ്റ് ചെയ്യുന്നു. സോ നമ്മളിതുപോലെ വാർ C1 HTML എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വെറും വാർ C1 എന്ന് കൊടുക്കാം. അതിനുശേഷം C1 = HTML എന്ന് കൊടുക്കാം. ഓക്കെ, HTML എന്ന് കൊടുക്കാം. ആദ്യം നമുക്ക് ഡിക്ലെയർ ചെയ്യാം, അതിനുശേഷം ഇനീഷ്യലൈസ് ചെയ്യാം, അതായത് നമുക്ക് വാല്യൂ അസൈൻ ചെയ്യാം. സോ ലെറ്റിൽ നമുക്ക് ഇതുപോലെ ചെയ്യാൻ സാധിക്കും, ലെറ്റ് C1, അതുപോലെ C1 = HTML. നമുക്ക് കോൺസ്റ്റൻറ്റിൽ ഇത് സാധിക്കില്ല. ഓക്കെ, കോൺസ്റ്റൻറ്റ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ എറർ ലഭിക്കുന്നതായിരിക്കും. കോൺസ്റ്റൻറ്റ് ഡിക്ലറേഷൻ മസ്റ്റ് ബി ഇനീഷ്യലൈസ്, അതായത് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിലോട്ട് വാല്യൂ അസൈൻ ചെയ്യേണ്ടതുണ്ട്. സോ നമുക്ക് ആദ്യം ഡിക്ലെയർ ചെയ്ത ശേഷം പിന്നെ നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യാൻ സാധിക്കില്ല. സോ നമ്മളിവിടെ വന്നതിന് ശേഷം C1 ഇവിടെ തന്നെ നമുക്ക് HTML എന്ന് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, സോ ഇതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അടുത്ത വ്യത്യാസം എന്ന് പറയുന്നത് ക്യാൻ ബി യൂസ്ഡ് ബിഫോർ ദ ഡിക്ലറേഷൻ നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. എന്നാൽ ലെറ്റും കോൺസ്റ്റൻറ്റും നമുക്ക് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. സോ അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് നോക്കാം. സോ നമ്മൾ VS Code ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ ഉദാഹരണമായി നമ്മളിവിടെ console.log. ഓക്കെ, സോ നമ്മളിവിടെ C1 എന്ന് കൊടുക്കുന്നു, C1. അതിനുശേഷം താഴെ വന്നതിന് ശേഷം നമ്മൾ C1 ഡിക്ലെയർ ചെയ്യുന്നു, C1. നമ്മളിതുപോലെ ജാവ എന്ന് കൊടുക്കുന്നു. ഓക്കെ, സേവ് ചെയ്യാം. സോ നമ്മളിനി നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൺഡിഫൈൻഡ് എന്ന് പറയുന്ന ഒരു വാണിംഗ് മാത്രമേ വരികയുള്ളൂ. സോ നമുക്ക് എന്നാൽ ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ നമ്മൾ ലെറ്റ് ആണെങ്കിൽ നമ്മൾ സേവ് ചെയ്തതിന് ശേഷം നമ്മൾ റൺ ചെയ്ത് നോക്കാം, നമുക്ക് ഇതുപോലെ എറർ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, കനോട്ട് ആക്സസ് C1 ബിഫോർ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്ന ഒരു എറർ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ കോൺസ്റ്റൻ്റ് ആണെങ്കിലും നമുക്ക് ആ ഒരു സെയിം എറർ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് ആ സെയിം എറർ ലഭിക്കുന്നതായിരിക്കും, കനോട്ട് ആക്സസ് C1 ബിഫോർ ഇനീഷ്യലൈസേഷൻ. എന്നാൽ നമുക്ക് വാർ ആണെങ്കിൽ നമുക്ക് അത് അൺഡിഫൈൻഡ് ഒബ്ജക്റ്റ് ആയിട്ടാണ്, അൺഡിഫൈൻഡ് എന്ന് മാത്രമേ കാണിക്കുകയുള്ളൂ. ഓക്കെ, സോ നമ്മളിവിടെ നിന്ന് റൺ ചെയ്യാം. സോ ക്ലിയർ ചെയ്ത ശേഷം റൺ ചെയ്യാം. സോ നമുക്കിവിടെ അൺഡിഫൈൻഡ് എന്ന് മാത്രമേ കാണിക്കുകയുള്ളൂ, നമുക്കൊരു എറർ ലഭിക്കുന്നതായിരിക്കില്ല. സോ ഇതായിരുന്നു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്. സോ ലെറ്റും കോൺസ്റ്റൻറ്റും ES6 ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. എന്നാൽ വാർ എന്ന് പറയുന്നത് നമ്മൾ ഇതിനു മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്.